ഹരീഷ് റായ് ബച്ചന്റെ മകൻ, അറിയപ്പെടുന്ന പോയറ്റ്, കവി, നാഷണൽ അവാർഡ് വാങ്ങിയ കവിയുടെ മകനെ അദ്ദേഹം ഒരു 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 സുപ്രീം കോടതിയിലെ ജഡ്ജാകാനാണ് ഡ്രീം ചെയ്തത്. പക്ഷെ മകൻ പറഞ്ഞു എനിക്ക് ആക്ടർ ആവണം. ആൾ ഇന്ത്യ റേഡിയോ ഡെൻസ് വോയിസ് അദ്ദേഹത്തെ ശബ്ദത്തിന് റിജക്ട് ചെയ്തു. പക്ഷെ ഇന്ന് അദ്ദേഹം ആരാ? 7 വർഷം കാത്തിരുന്നു, 7 ഫിലിം ഫ്ലോപ്പായി. ജഞ്ചീർ എന്ന ഫിലിം ബച്ചന്റെ സ്വപ്നങ്ങളെ ചിറകിലേറ്റി. ഇന്ന് അദ്ദേഹം ആരാന്ന് ഇപ്പോഴും അഭിനയിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ടിംഗ് ആണ്, നെവർ സറണ്ടർ യുവർ ഡ്രീം, ആൾവേസ് ലേൺ ഫ്രം മിസ്റ്റേക്ക്. തെറ്റുകൾ മനുഷ്യന് സഹജമാണ്, തെറ്റുകൾ പറ്റും, ബട്ട് ആൾവേസ് ലേൺ ഫ്രം മിസ്റ്റേക്ക്. ഇത് അടുത്തയാൾ, ജീവിക്കുന്ന ഭാരതരത്നം സച്ചിൻ ടെണ്ടുൽക്കർ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വാഴ്ത്തപ്പെടുന്ന ക്രിക്കറ്റിന്റെ ദൈവം, ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. പക്ഷെ ക്രിക്കറ്റിൽ ഇതിഹാസങ്ങൾ പാറി പറപ്പിച്ചാൽ അതിന് ഒരു അസുഖമുണ്ടായി, ഒരു ചാലഞ്ച്, ദൈവം കൊടുത്ത ചാലഞ്ച്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ടെന്നീസ് എൽബോ. പക്ഷേ എല്ലാവരും പറഞ്ഞു ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ, ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ ഉപേക്ഷിച്ചില്ല. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് നേടിത്തരുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് മൈൻഡ് ക്യാൻ റീച്ച് വെയർ മസിൽ കനോട്ട് റീച്ച് എന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു. ആ സ്വപ്നത്തിന് വേണ്ടി ഒരു ഷർട്ട് ധരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സച്ചിൻ രമേശ് ടെണ്ടുൽക്കർക്ക്. പക്ഷേ വർഷങ്ങളോളം വേദന കടിച്ചമർത്തി പ്രാക്ടീസ് ചെയ്തു, ഇന്ത്യൻ ടീമിൽ തിരിച്ചു വന്നു, ഇന്ത്യക്ക് ആ വേൾഡ് കപ്പ് നേടിക്കൊടുത്തു. അദ്ദേഹം മൈ ഡ്രീംസ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഡ്രീംസ് ആർ മൈ അസറ്റ്സ്. ഫ്രണ്ട്സ്, വിജയിച്ച ഏതൊരു വ്യക്തിയെ നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ സാധിക്കും, അവരുടെ ഉള്ളിലെ ഫയർ, അവരുടെ ഉള്ളിലെ ഡ്രീമാണ് അവരെ വിജയിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, അടുത്ത ആളാണ് ആപ്പിളിന്റെ കോ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം ഗാരേജിൽ തുടങ്ങിയ, 2 പേരെ മാറ്റി ഗാരേജിൽ തുടങ്ങിയത് സംഭവം ഇന്ന് 2 ബില്യൺ കമ്പനി വിത്ത് 4,000 എംപ്ലോയീസ്. നോക്കി, ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം അവരുടെ എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസമല്ല, അവരുടെ ഡ്രീമിന്റെ പവറാണ്. അടുത്ത് നമ്മുടെ ഡ്രീമിന്റെ രാജകുമാരൻ, ഇന്ത്യയിൽ ലോകത്തിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ ഭാരതരത്നം. ഒന്ന് ആലോചിച്ചു, 30-ൽ പരം ബുക്കുകൾ എഴുതിയ വ്യക്തി, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇന്ത്യയെ തന്നെ കോരിത്തെരിപ്പിച്ച വ്യക്തി. അദ്ദേഹം ഭാരതത്തിന് വേണ്ടിയല്ല വർക്ക് ചെയ്തത്, ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടി വർക്ക്, ഒരു മിസൈൽ സയന്റിസ്റ്റ് ആവണം. ആ സ്വപ്നത്തിന്റെ ചിറകിലേറി അവസാനം എവിടേക്ക് എത്തിയെന്ന് ആലോചിച്ചോ ഫ്രണ്ട്സ്. അതാണ് ഡ്രീമിന്റെ പവർ. അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ട് ഞാൻ, ഡ്രീം ആൻഡ് ഡ്രീം, അലോ യുവർ ചിൽഡ്രൻ ടു ഡ്രീം മോർ ബിക്കോസ് ദെയർ ഡ്രീം ക്യാൻസ് ബി ദ അസറ്റ്സ് ഓഫ് അവർ നേഷൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കൂ, അതിൽ ജീവിക്കാൻ പറയൂ. അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വാഗ്ദാനമായി മാറും, ഭാവിയായി മാറും. ഫ്രണ്ട്സ് നോക്കൂ, അതുകൊണ്ടാണ് പറയുന്നത് ഡ്രീം എന്ന് പറഞ്ഞാൽ ആഗ്രഹമല്ല. ഡ്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ എന്ത് വില കൊടുത്തും നിങ്ങളുടെ കമ്മിറ്റ്മെന്റോടെ, നിങ്ങളുടെ ആക്ഷനോടെ നേടിയെടുക്കേണ്ട സാധനം. അതുകൊണ്ടാണ് ഡ്രീം എന്ന് പറയുന്നത് ആഗ്രഹമല്ല, സ്വപ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ ഡീകളുകളുണ്ട്. അതൊന്നാണ് ഡിസിഷൻ, തീരുമാനം. രണ്ടാമത് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. മൂന്നാമത്താണ് ഡെഡിക്കേഷൻ, ആത്മസമർപ്പണം. നാലാമത്താണ് ഡയറക്ഷൻ, ദിശാബോധം. അതിൻ്റെ അഞ്ചാമതാണ് ഡിസിപ്ലിൻ, അച്ചടക്കം. ഈ 5 കാര്യങ്ങളാണ് ഡ്രീം എന്ന ശക്തിയെ വീണ്ടും നമുക്ക് ശക്തി പകർന്നു തരുന്നത്. ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീമിനെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്കിത് വേണം. അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഡ്രീം ബിഗ്. ഡ്രീം ബിഗ്. ഡേവിഡ് ഷവേഴ്സ് പറയുന്നുണ്ട്, ഒരു ദിവസം നമ്മുടെ മൈൻഡിൽ, ആൾമോസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഏതാണ്ട് 10,000 മുതൽ 50,000 വരെ ചിന്തകൾ വരാറുണ്ട്. ആ ചിന്തകൾ അബോർട്ട് ആവും. പക്ഷെ അതിൽ ചില ചിന്തകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകൾ സസ്റ്റെയിൻ ചെയ്യും. അതിനെ നിലനിർത്താണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഡ്രീം ബിഗ്. വലിയ സ്വപ്നങ്ങൾ കാണൂ, വലിയ ചിന്തകൾ വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കട്ടെ. അതിനെന്ത് ചെയ്യണം? പറയപ്പെടുന്നതാണ്, നിങ്ങളുടെ ഡ്രീംസിനെ നമ്മൾ 3 തരത്തിൽ ഡിഫൈൻ ചെയ്യണം. ഒന്നാണ് ഷോർട്ട് ടൈം ഡ്രീംസ്. എന്താണ് ഷോർട്ട് ടൈം ഡ്രീംസ്? നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള സ്വപ്നങ്ങൾ എന്ത് വേണമാവാം. മൊബൈൽ ഫോൺ ആവാം, ലാപ്ടോപ്പ് ആവാം, നിങ്ങൾക്ക് ഡയമണ്ട് റിംഗ് ആവാം, ഗോൾഡ് ആവാം, എന്താണോ, ബൈക്ക് ആവാം, LED TV ആവാം, വാഷിംഗ് മെഷീൻ ആവാം. നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ നേടാൻ അതിനെ വിളിക്കുന്ന ഷോർട്ട് ടൈം ഡ്രീം. ഇത് കുറേ എഴുതണം. ഞാൻ 100 ഡ്രീംസ് എഴുതിയിട്ടുണ്ട്, 35 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഴുതുമ്പോഴാണ് ശക്തി വരുന്നത്. അതുകൊണ്ടാണ് ഷോർട്ട് ടൈം ഡ്രീംസ്. അടുത്താണ് മിഡ് ടൈം ഡ്രീംസ്. എന്തൊക്കെയാവാന്ന് ആലോചിച്ച് നോക്കൂ. 1 കോടി വരെയുള്ള, നിങ്ങൾക്ക് ഫ്ലാറ്റ് ആവാം, നിങ്ങൾക്ക് കാർ ആവാം, നിങ്ങൾക്ക് ഹോം ആവാം, പ്ലോട്ട് ആവാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു വില്ല, ഞാനിത് ഒരു സമയത്ത് പറഞ്ഞ സമയത്ത് ഇത് ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു കസിൻ താമസിച്ചിരുന്ന വില്ലയാണ്. അത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ചാടിയ സ്വിമ്മിംഗ് പൂളാണ്.
ഞാനിത് ഷെയർ ചെയ്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ലീഡർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത് പ്രാവർത്തികമാക്കി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ബെഡ്റൂമിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സോ എന്തും സാധ്യമാണ്. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ, അതാണ് മിഡ് ടൈം ഡ്രീംസ്, 1 കോടിക്ക് അടുത്തുള്ള സ്വപ്നങ്ങൾ. അടുത്താണ് ലോങ് ടൈം ഡ്രീംസ്. ലോങ് ടൈം നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് നേടേണ്ട, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് നേടേണ്ട, അത് ഫാം ഹൗസ് ആവാം, നോക്കൂ, നിങ്ങളുടെ റിസോർട്ട് ആവാം, ഷോപ്പിംഗ് മാൾ ആവാം, ബംഗ്ലാവ് ആവാം, ചാരിറ്റി ചെയ്യാം. നോക്കൂ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന വ്യക്തികൾ ഒന്ന് ബിൽ ഗേറ്റ്സ്, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വാറൻ ബഫറ്റ്, അദ്ദേഹത്തിന്റെ വരുമാനത്തിന് 80% ചാരിറ്റി ചെയ്യുന്നു. നിരവധി ആൾക്കാർ. അപ്പൊ ഞാനത് പറയാൻ കാരണം വേണ്ടി ഫസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിന് എഴുതുമ്പോൾ അപ്പം ഷോർട്ട് ടൈം, ലോങ് ടൈം, മിഡ് ടൈം, ഇങ്ങനെ തരം തിരിക്കണം. 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള സ്വപ്നങ്ങൾ, 1 കോടിക്കടുത്തുള്ള സ്വപ്നങ്ങൾ, 5 കോടി സ്വപ്നങ്ങൾ, എന്ത് വേണമാവാം. നിങ്ങൾക്ക് 100, 200 ഡ്രീംസ് എഴുതാം. പക്ഷേ ആ ഡ്രീംസ് നമ്മൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രണ്ട്സ്, നിങ്ങളുടെ എന്തൊക്കെ ഡ്രീംസ് ആണുള്ളത് അതിനെ കാറ്റഗറൈസ് ചെയ്യണം. ജ്വല്ലറി ആവാം, എന്തൊക്കെ. നോക്കൂ, ഇങ്ങനെ ഒരു ബൈക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ഇത് 20 ലക്ഷം രൂപയുടെ ബൈക്കാണ്. നോക്കൂ, ഞാൻ കാരണം ടെസ്ലയുടെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാറാണ് ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാർ ആയിക്കൂടാ? ഡ്രീം ബിഗ്. നോക്കൂ, അടുത്തത് നമ്മുടെ ബെലറ്റിന്റെ കാർ, ബെൻസ് കാർ. ഇന്ന് നമുക്കറിയാം വിനിൻ ടീമിലും വെസ്റ്റേജിലും ഇഷ്ടം പോലെ ബെൻസ് കാർ അച്ചീവേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ആയിക്കൂടാ? തിങ്ക് ബിഗ്. എന്തുകൊണ്ട് BMW ഇങ്ങനെ ഒരു കാർ ആയിക്കൂടാ? ഫ്രണ്ട്സ്, ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് കാർ എന്ന് അറിയപ്പെടുന്നത്. ഇഷ്ടം പോലെ ഡ്രീംസ് ഉണ്ട്, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ആയിക്കൂടാ? റോൾസ് റോയ്സ്, മോർ ദാൻ 2 crores, 2.5 കോടിയുടെ കാർ. ഇന്ന് കേരളത്തിൽ ഇത് ഓൺ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എന്ത് സ്വപ്നവും അച്ചീവ് ചെയ്യാൻ നമുക്കിന്ന് വെസ്റ്റേജിലൂടെ സാധിക്കും. കാരണം ഇന്ന് 1 കോടി രൂപയ്ക്ക് മുകളിൽ ഇൻകം മേടിക്കുന്ന ആൾ വെസ്റ്റേജിലുണ്ട്. 30, 40, 50 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്നവരുണ്ട്, 10 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് എന്താണ് വെസ്റ്റേജിൽ നിന്ന് വേണ്ടത്? നിങ്ങളുടെ സ്വപ്നത്തിനെ, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞായിക്കോട്ടെ? ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ വൈഫിന് നിങ്ങൾ എന്താണ് കഴിഞ്ഞ ദീപാവലിക്ക് വാങ്ങിക്കൊടുത്തത്? ആ ദീപാവലി വരാൻ പോകുന്നു. ആ പാവം നിങ്ങളെ സഹിക്കുന്നില്ലേ? അവരുടെ കണ്ണുകളിൽ നോക്ക്. എന്തുകൊണ്ട് സ്വർണത്തിന്റെ വില നമുക്കറിയാം. ഡ്രീം ജുവൽസ്, ഡയമണ്ട്സ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്തത്? ബിക്കോസ് യു ഡോണ്ട് ഹാവ് മണി. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന അവസരം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എന്ത് സ്വപ്നം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു ആയിക്കൂടാ? ഡയമണ്ട് നെക്ലസ് ഞാൻ വാങ്ങിയ സാധനമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനോ നിങ്ങളുടെ മക്കൾക്കോ എന്ത് സ്വപ്നവും നേടിക്കൊടുക്കാൻ സാധിക്കും ഇഫ് യു ഹാവ് ഫൈനാൻഷ്യൽ ഫ്രീഡം, ഇഫ് യു ഹാവ് മണി. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഒറ്റ കാര്യമേ ഉള്ളൂ, ആ സ്വപ്നത്തിനെ കുറിച്ച് തീക്ഷ്ണമായി ചിന്തിക്കുക. അത് നേടണമെന്ന് നിങ്ങൾ ചിന്തിച്ചുറപ്പിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക. ഫ്രണ്ട്സ്, എല്ലാ സ്വപ്നങ്ങളും സാധ്യമാണ് വെൻ യു ബിലീവ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ആയിക്കോട്ടെ? ഡ്രീം ഹോം. നിങ്ങൾ വെസ്റ്റേജിൽ, നമുക്കറിയാം, നമുക്കിന്ന് വെസ്റ്റേജിൽ കാർ വാങ്ങാൻ കാർ ഫണ്ട് തരാറുണ്ട്. ടൂറിന് പോകാൻ അവർ നമുക്കറിയാം ട്രാവൽ ഫണ്ട് തരാറുണ്ട്. നമ്മുടെ ഡ്രീം ഹോം പണിയാൻ 1 ലക്ഷം രൂപ വെച്ച് ഒരു മാസം കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ആയിക്കൂടാ? എന്തുകൊണ്ട് ഇങ്ങനൊരു നിങ്ങൾക്കൊരു സ്വപ്ന ഭവനം ഡ്രീം ചെയ്തുകൂടാ? അത് എഴുതി വെച്ചുകൂടാ? അതിനെ കണ്ടുകൂടാ? അത് ചെയ്യാമെങ്കിൽ അത് നേടാൻ സാധിക്കും. ഫ്രണ്ട്സ്, ട്രഡീഷണൽ ഹോം എന്തെല്ലാം ചെയ്യാം. സ്വപ്നങ്ങളുടെ പവർ വളരെ വലുതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്താണ് വെസ്റ്റേജ് എന്ന ബിസിനസ്സിലൂടെ, വിന്നിൻ ടീമിന്റെ സിസ്റ്റത്തിലൂടെ ആ സിസ്റ്റം ഫോളോ ചെയ്ത് നേടിയെടുക്കേണ്ടത്? ട്രഡീഷണൽ ഹോം ആവാം. ആൻഡ് ഫ്രണ്ട്സ്, ഇനി ഞാൻ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. ദിസ് ഇസ് മൈ ഡ്രീം ഹോം. ഫ്രണ്ട്സ്, ഞാൻ വെസ്റ്റേജ് ബിസിനസ് വന്നിട്ട് 2 കാറുകൾ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഡ്രീം കാർ. ഒന്ന് എനിക്കും എൻ്റെ മോന് ഗിഫ്റ്റായിട്ട് കൊടുത്ത കാർ. ഇത് ഞാൻ DC-യുടെ, അതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രീം ഇല്ലായിരുന്നു. ഞാൻ കാർ വാങ്ങാൻ വേണ്ടി വന്ന ആളാണ്. കുറച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫോറിൻ ട്രിപ്സ്. പക്ഷെ അന്ന് എനിക്ക് എൻ്റെ തൊട്ടടുത്തുള്ള വീട് എൻ്റെ വീടായിരുന്നു. 1200 സ്ക്വയർ ഫീറ്റ് ഒരു കുഞ്ഞു കിളിക്കൂട്. ഞാൻ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ഥലം ചതുപ്പ് നിലമായിരുന്നു. വെസ്റ്റേജിൽ വരുന്ന സമയത്ത് റോഡ് ഡെവലപ്മെന്റ് വരുന്നു. എനിക്ക് 1 ലക്ഷം രൂപ ഹൗസ് ഹോൾഡ് വന്നുകൊണ്ടിരുന്ന സമയം. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രീം ഹോം. ഇത് ആൾമോസ്റ്റ് 45 സെന്റ് സ്ഥലമാണ്. ആൾമോസ്റ്റ് വേണമെങ്കിൽ ½ ഏക്കർ എന്ന് പറയാം. ഫ്രണ്ട്സ്, അവിടെ ഞാനിത് തുടങ്ങുന്ന സമയത്ത്, തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഡ്രീം ഹോം വെസ്റ്റേജിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രീം എഴുതി വെച്ചത്. വെസ്റ്റേജിൽ ആൾമോസ്റ്റ് ക്രൗൺ ആയതിനു ശേഷം ഞാൻ ഡ്രീം എഴുതുന്നത്. അപ്പോഴാണ് ആ ഡെവലപ്പ് വരുന്നത്. ഇന്ന് ഫ്രണ്ട്സ്, ഈ വീട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ജ്യോതിസ് എൻ്റെ ഡ്രീം ഹോം മുമ്പ് കൊറോണ വന്നു, കോവിഡ് വന്നു. 3 വർഷം ഈ വീട് അനാഥമായി കിടന്നു എന്ന് പറയാൻ ഫിനിഷൻ. അതിലേക്ക് വേണ്ടി വന്ന
രാജസ്ഥാനികൾ തിരിച്ചു പോയി, പല ജോലിക്കാരും ഇട്ടിട്ട് പോയി. ഞാനും എൻ്റെ ബിൽഡറും എൻ്റെ വൈഫും എൻ്റെ മകനും മാത്രമുണ്ട്. നാട്ടുകാരെല്ലാം കളിയാക്കി, ബന്ധുക്കൾ കളിയാക്കി. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പക്ഷെ ഞാൻ വിശ്വസിച്ചു, ഇറ്റ് വാസ് മൈ ഡ്രീം. ആ സമയത്ത് ജോലിക്കാരെല്ലാം ആരുമില്ല. ഇതിന്റെ സ്ട്രക്ചർ ഏതാണ്ടായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ആ സമയത്ത് ഞാൻ നട്ടതാണ് നിങ്ങൾ കാണുന്ന മാവ്. ഇന്ന് 10ഓളം ഫലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന റംബൂട്ടാൻ, അപ്പുറത്ത് വരിക്കപ്ലാവുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, സീതാപ്പഴമുണ്ട്, ആസ്ട്രേലിയൻ പ്ലംസ് ഉണ്ട്, ഹലോ ആപ്പിൾ ചാമ്പയുണ്ട്, സീതാപ്പഴമുണ്ട്, മാംഗോയുണ്ട്. 200ഓളം മാംഗോയാണ് ഇതിനകത്ത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ തവണ. കാരണം നമ്മുടെ വെസ്റ്റേജ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് മുതലേ. ഇന്ന് ഓൾമോസ്റ്റ് അതിനുശേഷം കൊറോണ മരണ സമയത്താണ് ഞാൻ ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ആൾമോസ്റ്റ് ഫോർ 2.6 crores സ്ഥലത്തിന്റെ വില കൂടാതെ. എന്തുകൊണ്ട് സാധിച്ചു? വെസ്റ്റേജ് എന്ന ബിസിനസ്, ഞാൻ ഈ ഡ്രീമിൽ ജീവിച്ച ആളാണ്. ഐ വാസ് ലിവിങ് ഇൻ ദിസ് ഡ്രീം. നാട്ടുകാർ കളിയാക്കുമ്പോൾ, സുഹൃത്തുക്കൾ കളിയാക്കുമ്പോൾ, ആൾക്കാർ കളിയാക്കാൻ 3 വർഷം ഞാൻ ആ സ്വപ്നത്തിൽ ജീവിച്ചു. ഇന്ന് ഫലവൃക്ഷങ്ങൾ വെച്ചു, അതിനകത്ത് പൂന്തോട്ടം ഉണ്ടാക്കി. ഇന്നും ഞാൻ വെസ്റ്റേജിന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് 10ഓളം ഫലവൃക്ഷങ്ങളിൽ നിന്നും ഞാൻ ഇന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഐ വാണ്ട് ടു പ്രൂവ് മൈസെൽഫ്. എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്കും സാധിക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണ്? ഫ്രണ്ട്സ്, ഇതെന്റെ ഏറ്റവും വികാരഭരിതമായൊരു മൊമെന്റാണ്. കാരണം ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ എനിക്ക് വേണ്ടിയത് 5 വർഷമായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വർത്ത്. കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വെസ്റ്റേജ് ബിസിനസ് എന്തൊക്കെ വേണം? സ്വപ്ന ഭവനം, നിങ്ങളുടെ സ്വപ്ന വാഹനം, സ്വപ്ന യാത്രകൾ എല്ലാം നേടാൻ വേണ്ടി ഫ്രണ്ട്സ് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ. എനിക്കിത് പറയാൻ സാധിക്കും. ഞാൻ വെസ്റ്റേജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ 117 രൂപയായിരുന്നു ഫസ്റ്റ് ഇൻകം. ആ സമയത്താണ് എൻ്റെ മകൻ MBBS പഠിക്കാൻ പോകുന്നത്. ആലോചിച്ചോ, എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ പൈസയും എനിക്ക് തന്നത് വെസ്റ്റേജ് ആണ്. കാരണം അതെൻ്റെ ഡ്രീം ആയിരുന്നു. സോ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് എന്ത് വേണമാം, ഫാം ഹൗസ്, എന്തൊക്കെയാ നിങ്ങളുടെ സ്വപ്നങ്ങളൊന്ന് എഴുതി വെക്കൂ. അതിനെ നിങ്ങൾ മനസ്സിൽ കാണൂ, അതിനെ പിക്ചറൈസ് ചെയ്യൂ. നിങ്ങൾക്ക് നേടാൻ സാധിക്കും. കാരണം വെസ്റ്റേജ് എന്ന ഈ ബിസിനസ് നിങ്ങളുടെ എത്ര വലിയ ശക്തമായ സ്വപ്നത്തിനെയും ഫുൾഫിൽ ചെയ്തു. ഇന്ന് കേരളക്കരയിൽ നിരവധി ആളുകൾ വീട് വെച്ചിട്ടുണ്ട്, നിരവധി ആളുകൾ കാർ വാങ്ങിയിട്ടുണ്ട്, നിരവധി ആളുകൾ പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. അവരുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് വെസ്റ്റേജ് നമ്മുടെ സ്വപ്നങ്ങൾ നേടിത്തരാൻ നമ്മളെ സഹായിക്കുന്നത്. ഫ്രണ്ട്സ്, വേൾഡ് ട്രിപ്സ്, എത്രയോ രാജ്യങ്ങൾ. അടുത്ത മാസം വീണ്ടും പോകാൻ പോകുന്നു, ലണ്ടൻ ആൻഡ് സ്കോട്ട്ലാൻഡ്. അതിനു മുമ്പ് എനിക്കറിയാം എത്രയോ രാജ്യങ്ങൾ. ആലോചിച്ചോക്കൂ, വിയറ്റ്നാം, അതിനുമുമ്പ് സൗത്ത് ആഫ്രിക്ക, അതിനുമുമ്പ് തായ്ലൻഡ്, സ്പെയിൻ, ബാർസിലോണ. നിങ്ങൾക്കും പോകാം. എല്ലാ വർഷവും 3 ഫോറിൻ ട്രിപ്പ് ഉണ്ട്. അത് നിങ്ങളെ സ്വപ്നമാക്കി മാറ്റാമെങ്കിൽ ഫ്രണ്ട്സ്, അതിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഞാൻ ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, ഡിഫൈൻ യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിനെ ഡിഫൈൻ ചെയ്ത് ആദ്യം ചെയ്തതിൻ്റെ റൈറ്റ് ഡൗൺ എഴുതണം. 100, 200, 30, 40. ഞാൻ നേരത്തെ പറഞ്ഞു, മിഡ് ടൈം, ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം. രണ്ടാണ് പിക്ചറൈസ് ചെയ്യണം. എന്തിനാണ് പിക്ചറാണ് നിങ്ങൾക്ക് ശരിക്കും ശക്തി തരുന്നത്. നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഇപ്പോൾ വിഷ്വലൈസേഷനിൽ നിങ്ങളുടെ വീട്ടിൽ ആ ഡ്രീമിന്റെ പടം ഒട്ടിക്കാമെങ്കിൽ പറയപ്പെടുന്ന ഫസ്റ്റ് മൈൻഡ് സെക്കൻഡ് ആക്ച്വൽ എന്നാണ്. സീക്രട്ട് എന്ന ബുക്കിൽ ബോബ് പ്രോക്ടർ പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ തിങ്ക് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ഇറ്റ് ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പിക്ചറൈസ് ചെയ്യണം. നിങ്ങളുടെ കാർ ഏതാണ്? നിങ്ങളുടെ കാർ. അടുത്തതാണ് ക്രിസ്റ്റലൈസ് ചെയ്യണം. ഏതാണ് നിങ്ങളുടെ വീട്? ക്രിസ്റ്റലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറിന്റെ കളർ, കാറിന്റെ മോഡൽ, കാറിന്റെ ബ്രാൻഡ്, കാറിന്റെ വാല്യൂ. എത്ര ലക്ഷം രൂപ കാറാണ് എടുക്കാം, അതിന്റെ കളർ എന്താണ്, നിറം എന്താണ്, മോഡൽ എന്താണ്, ബ്രാൻഡ് എന്താണ്. ആ ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വിഷ്വലൈസ്. നിങ്ങൾ രാവിലെ 10 വിഷ്വലൈസേഷൻ നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ വീട്ടിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ കാറിന്റെ പടം, നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീട്, എത്ര ലക്ഷം രൂപയുടെ വീട്, അതിൽ എന്തൊക്കെ വേണം, അതിന് വിഷ്വലൈസ് ചെയ്യണം. അതിനുശേഷമാണ് വെർബലൈസ് ചെയ്യണം. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ഡിഫൈൻ ദ ഡ്രീമിൽ ഏറ്റവും വലിയ പ്രോസസ്. ഇതാണ് റൈറ്റ് ഡൗൺ, പിക്ചറൈസ്, ക്രിസ്റ്റലൈസ്, വിഷ്വലൈസ് ആൻഡ് വെർബലൈസ്. കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പറയണം, എന്റെ ഡ്രീം, ദിസ് ഇസ് മൈ ഡ്രീം, ഐ വിൽ അച്ചീവ് ഇറ്റ്, ഐ ആം എ വിന്നർ, ഐ ആം എ ഡ്രീമർ, ഐ ആം എ ലീഡർ. ഒന്ന് പറഞ്ഞു നോക്കൂ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് മോർണിംഗ് നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് കയറുന്ന ഈ ഫംഗ്ഷനിൽ, ഈ CP എന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാം. ഇതൊരു മാസ് മെഡിറ്റേഷനാണ്. അതിനു വേണ്ടതാണ് റൈറ്റ് ഡൗൺ, പിക്ചറൈസ്, ക്രിസ്റ്റലൈസ്, വിഷ്വലൈസ് ആൻഡ് വെർബലൈസ്. പറഞ്ഞുകൊണ്ടേ നടക്കണം. പറയണം, വൈഫിനോട് പറയണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ
നിങ്ങൾ ബോഡിയെല്ലാം ഫ്രഷ് ആയതിനു ശേഷം നിങ്ങളെ എനർജൈസ് ചെയ്യാൻ എക്സസൈസ് മാത്രം പോരാ, എനർജൈസ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിനെ ഡ്രീം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് മൈൻഡിൽ ഡ്രീമിനെ റിഫ്രഷ് ചെയ്യണം, റെഫ്രെയിൻ ചെയ്യണം. സോ പ്രോസസ് ഇവിടെയാണ് ആ പ്രോസസ് നടക്കുന്നത്. എന്താണ്? എഴുതണം, വിഷ്വലൈസ് ചെയ്യണം, പിക്ചറൈസ് ചെയ്യണം, റിഫ്രഷ് ചെയ്യണം, റെഫ്രെയിൻ ചെയ്യണം, റീഫൈൻ ചെയ്യണം. ഫ്രണ്ട്സ്, അങ്ങനെ ചെയ്യാമെങ്കിൽ ഫ്രണ്ട്സ് അടുത്താണ് നെവർ ലീവ് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേതാണ്, നാട്ടുകാരുടേതല്ല. ഫോക്കസ് ഓൺ യുവർ ഡ്രീം. നിങ്ങൾ എന്ത് ഫോക്കസിൽ ഗ്രോ ചെയ്യും? ആൾവേസ് തിങ്ക് ബിഗ് ആൻഡ് ഹോൾഡ് ഓൺ ടു യുവർ ഡ്രീംസ്. എന്താണ് ഹോൾഡ് ഓൺ? നാട്ടുകാർ കളിയാക്കും, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കളിയാക്കും, ഫ്രണ്ട്സ് കളിയാക്കും. അപ്പൊ അതിൽ ഹോൾഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് 100% ഫെയ്ത്ത് ഓൺ യുവർ ഡ്രീംസ്. അതിൽ നിങ്ങളെ വിശ്വസിക്കുക. യു ഹാവ് ടു ബിലീവ്. ആൻഡ് അടുത്തതാണ് ഗോൾസ്. എന്താണ് ഗോൾസ്? നിങ്ങൾ എഴുതി വെച്ച സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്യമാക്കി മാറ്റണം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ പ്രോസസ്, ഡിഫൈൻ ദ ഡ്രീം, റിഫൈൻ ദ ഡ്രീം ആൻഡ് റിഫ്രഷ് ദ ഡ്രീം. അതാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ. അതാണ് ഗോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഇടുമ്പോഴാണ്. നോക്ക്, ഈ വർഷം നമുക്കറിയാം ഗോൾസ്. ഈ വർഷം നമുക്കറിയാം ഇനി 5 മാസമാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസമേ ഉള്ളൂ ഈ വർഷം. അപ്പൊ നിങ്ങൾ അതിന് ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യണം. അതിനെന്താ ചെയ്യണം? നിങ്ങളുടെ ഗോൾസിനെ സ്മാർട്ട് ആക്കണം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെസിഫിക് ആയിരിക്കണം. വെറുതെ കാർ വേണമെന്ന് പറയരുത്. ഏത് കാർ, ഏത് മോഡൽ, ഏത് ബ്രാൻഡ്. രണ്ടത് മെഷറബിൾ ആയിരിക്കണം. വെറുതെ കാർ എന്ന് പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ കാർ, അതെന്നെടുക്കണം. മെഷറബിൾ ആയിരിക്കണം. വെറുതെ പറയരുത് എനിക്ക് വീട് വെക്കണം. നോ, എത്ര മെഷറബിൾ ആയിരിക്കണം. ആൻഡ് അടുത്ത അച്ചീവബിൾ ആയിരിക്കണം. ഞാൻ ഈ മാസം ജോയിൻ ചെയ്ത് അടുത്ത മാസം ക്രൗൺ ആവണം. നോട്ട് പോസിബിൾ. പോസിബിൾ ആണ്, ബട്ട് യു നോട്ട് ഗെറ്റ് ഇൻകം, പ്രോപ്പർ ഇൻകം. ഇന്ന് വിന്നിംഗ് ടീം പറയുന്ന സ്ട്രക്ചർ, കോർ ഗോ ഗെറ്ററിലൂടെ ബിൽഡ് ചെയ്യണം. 6 ആക്റ്റീവ് ലാക്സ് CP റേഷ്യോ, ആ സിസ്റ്റം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് സ്മാർട്ട് ഡിസ്ട്രിബ്യൂട്ടർ. ആൻഡ് അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. ഞാൻ ഈ മാസം ജോയിൻ ചെയ്ത് അടുത്ത മാസം എനിക്ക് DUC നടക്കത്തില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യണം. ആൻഡ് ടൈം ബൗണ്ട് ആയിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് FRU ജനുവരിയിൽ വരുന്നു. നിങ്ങൾ ക്രൗൺ ആയിട്ട് കയറാൻ പോവുകയാണ് സ്റ്റേജിൽ, അല്ലെങ്കിൽ അവാർഡ് ഫംഗ്ഷൻ എക്സാക്ട്ലി 90 days. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ അവാർഡ് ഫംഗ്ഷൻ VIF. അവിടെ നിങ്ങൾ എന്തായിട്ട് കയറാൻ പോകുന്നു? അത് കഴിഞ്ഞാൽ ജനുവരിയിൽ വരുന്ന FRU നിങ്ങൾ എന്തായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നവരെ. അതാണ് സ്മാർട്ട് ഗോൾസ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന പറഞ്ഞത്. അത് ഗോൾസ് ഫിക്സ് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾ ഈസ് എ ഡെഡ് ലൈൻ. അത് അച്ചീവ് ചെയ്തേ പറ്റൂ. നമ്മൾ ഡ്രീംസ് സെറ്റ് ചെയ്യും, പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഗോൾസ് ആണ്. അപ്പൊ ഗോൾ ഈസ് സെറ്റ്. നോക്കൂ, ഇവിടെ നിന്ന് ചേർന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ബേണിംഗ് ഡിസയർ, നിങ്ങളുടെ തീഷ്ണമായ ജ്വലിക്കുന്ന സ്വപ്നത്തിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം, അത് നമ്മൾ ചെയ്യണമെന്നാണ് ഫ്രണ്ട്സ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വർഷം ഈ ഗോൾസിനെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വിസിബിളും റീച്ചബിൾ ആവണമെന്നുണ്ടെങ്കിൽ, അച്ചീവബിൾ ആവണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഓരോ വർഷവും സെറ്റ്. ഈ വർഷം നിങ്ങളുടെ ഗോൾ എന്താ? നോക്കൂ, 5 മാസമേ ഉള്ളൂ. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ആ ഗോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിനെ മന്ത്ലി. നോക്കൂ, ഇനി 5 മാസം കൊണ്ട് അച്ചീവ് ചെയ്യണം. 5 മാസം എന്ന് പറഞ്ഞാൽ 1 മാസം 4 ആഴ്ച എന്ന്. 5 മാസം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ഇനി 20 ആഴ്ചകളേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡെയിലി വർക്ക് ചെയ്യണം. അപ്പൊ എപ്പോഴും നമ്മൾ ഡെയിലി മാസീവ് ആക്ഷൻ ചെയ്യാം. നിങ്ങൾ കണ്ടു, നമ്മുടെ ലീഡേഴ്സ് എല്ലാം മാസീവ് ആക്ഷനിലാണ്. എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ച് ഈ വർഷത്തെ ഗോൾ അച്ചീവ് ചെയ്യാൻ, VIF വെസ്റ്റേജ് അവാർഡ് ഫംഗ്ഷനിൽ ഗോൾ അച്ചീവ് ചെയ്യാണെങ്കിൽ ഇനി 3 മാസം 90 ഡേയ്സേ ഉള്ളൂ. അതേസമയം നമുക്ക് അവാർഡ് ഫംഗ്ഷൻ ജനുവരി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ, ആ ബുക്കിൽ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 10 ചാപ്റ്റർ വായിക്കൂ, അല്ലെങ്കിൽ ദിവസം 2 പേജ് വായിക്കൂ. നമ്മൾ അങ്ങനെയാണ് ഡ്രീംസ് വെച്ചാൽ. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇയർലി ഗോൾ, മന്ത്ലി ഗോൾ, വീക്ക്ലി ഗോൾ, ഡെയിലി മാസീവ് ആക്ഷൻ. നിങ്ങളുടെ അപ്ലൈനുമായിട്ട് സംസാരിക്കുക. ഇനിയുള്ള 5 മാസം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം കേരളക്കരയിൽ ആദ്യമായിട്ട് ഇതാ FRU വരാൻ പോകുന്നു. ആൻഡ് ഫ്രണ്ട്സ്, അതിനെന്ത് ചെയ്യണം? സെറ്റ് ഗോൾ. നിങ്ങളുടെ ഡ്രീംസിന് നേടാൻ വേണ്ടിയാണ് നിങ്ങൾ ഗോളിനെ സെറ്റ് ചെയ്യണം. മേക്ക് എ പ്ലാൻ. നിങ്ങളുടെ അപ്ലൈനിൽ മറ്റൊരു പ്ലാൻ തിരക്കും. ഓരോ മാസവും നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാവണം. ഓരോ ആഴ്ചയിലും പ്ലാൻ ഉണ്ടാവണം. ഗോ ടു വർക്ക്. എന്നിട്ടാണ് വർക്ക് ചെയ്യാൻ പോകേണ്ടത്. എങ്ങനെയെങ്കിലും ഓടി നടക്കരുത്. ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. അതിൽ ഉറച്ചു നിൽക്കൂ ആൻഡ് റീച്ച് ദ ഗോൾ. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. നമ്മുടെ ഡ്രീമിനെ ഡിഫൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഗോളിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇതാണ്: സെറ്റ് ഗോൾ, മേക്ക് എ പ്ലാൻ, ഗോ ടു വർക്ക്, സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് റീച്ച് ദ ഗോൾ. ഇത്രയും ചെയ്യാമെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളൊരു ലീഡറായി മാറും. എ ലീഡർ ഹാസ് ടു ബി എ ലാഡർ. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ബി എ ഡ്രീമർ. നിങ്ങളൊരു ഡ്രീമറായി മാറണം. ഒരു ഡ്രീമേഴ്സിന് മാത്രമാണ് വിന്നേഴ്സായി ഷുവർ ഷോട്ട് അവർ മാറിയിരിക്കും. ആൻഡ് ബി എ ഫൈറ്റർ.
നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പൊരുന്ന സമയത്ത് നാട്ടുകാരെ കളിയാക്കും. കുറെ ആൾക്കാർ നിങ്ങളെ കൂടെ വരില്ല, കുറെ ആൾക്കാർ ഇട്ടിട്ട് പോകും. അവിടെ ഒരു ഫൈറ്ററാണ്. യു ഹാവ് ടു ബിക്കം എ ടെറിഫിക് ഫൈറ്റർ. നിങ്ങളുടെ ഉള്ളിലുള്ള ബേണിംഗ് സെൻസേഷനോടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനുള്ള കരുത്തിന് വേണ്ടി യു ഹാവ് ടു ബിക്കം എ ഫൈറ്റർ. നെഗറ്റീവിനെ അതിജീവിക്കണം, ഒബ്സ്റ്റക്കിൾസിനെ അതിജീവിക്കണം, ചലഞ്ചുകൾ അതിജീവിക്കണം. അതിന് നിങ്ങളെ നയിക്കുന്ന ചേതോ വികാരം നിങ്ങളുടെ സ്വപ്നമായിരിക്കണം. നിങ്ങൾക്ക് തീവ്രമായ തീക്ഷ്ണമായ ജ്വലിക്കുന്ന സ്വപ്നമുണ്ടെങ്കിൽ എന്ത് പ്രതിബന്ധങ്ങളെ നമ്മൾ തുടച്ചു നീക്കും. ഞാൻ നേരത്തെ കാണിച്ച മഹാരഥന്മാരെ കൂടാതെ നിരവധി ആൾക്കാരുണ്ട്. നമ്മുടെ KR നാരായണൻ, ദളിതനായി ജനിച്ച, കോട്ടയം ജില്ലയിൽ ജനിച്ച KR നാരായണൻ. പഠിക്കാൻ ബുക്കില്ല, സ്കൂളിൽ നടന്നു പോകണം. അദ്ദേഹത്തിന്റെ ഡ്രീം എന്തായിരുന്നു? പട്ടിണിക്കോലം ഡ്രീം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഡ്രീം ഒന്ന് മാത്രമായിരുന്നു. എന്താണ്? കേംബ്രിഡ്ജിൽ പോയി പഠിക്കണം. ഇന്ത്യൻ ഫോറിൻ സർവീസ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതി. സിറ്റിംഗ് നിങ്ങളുടെ ഡ്രീമിന്റെ പവർ, നമ്മുടെ ഡ്രീമിന്റെ പവർ. ആൻഡ് ബി എ ഫൈറ്റർ ഇഫ് യു വാണ്ട് അച്ചീവ് ഡ്രീം. അതിനെന്ത് ചെയ്യണം? ആൾവേസ് ഫോക്കസ് ഓൺ യുവർ ഡ്രീംസ്. വാട്ട് എവർ യു ഫോക്കസ് ഇറ്റ് വിൽ ഗ്രോ. തിങ്ക് വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ വെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? തിങ്ക് ഓഫ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. ആൻഡ് ഡ്രീം മസ്റ്റ് ബി യുവർ സ്ട്രെങ്ത്. സ്വപ്നങ്ങൾ നിങ്ങളുടെ ശക്തിയാകണം. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു എക്സ്ട്രാ എനർജി. അത് നിങ്ങൾക്ക് സ്വപ്നങ്ങളെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എനർജി വരും. ആൻഡ് ലവ് യുവർ ഡ്രീംസ്. നാട്ടുകാർ നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്നേഹിക്കത്തില്ല. ഞാൻ എൻ്റെ വീടായ ജ്യോതിസിന്റെ കാര്യം പറഞ്ഞു. ഫോക്കസ് ഓൺ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസിൽ ഫോക്കസ് ചെയ്യൂ, അതിനെ ലക്ഷ്യമാക്കി മാറ്റൂ. ആൻഡ് ഫോക്കസ്, ഫോക്കസ് ആൻഡ് ഫോക്കസ്. കാരണം നിങ്ങളുടെ ഫോക്കസ് ഒരു വ്യക്തിയിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ് ഒരു ഡ്രീമിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. എൻ്റെ ഫ്രണ്ട്സ്, അവിടെ പ്രധാനപ്പെട്ട കാര്യം ബി എ വിന്നർ ആൻഡ് ബി വിത്ത് വിന്നിംഗ് ടീം. നോക്കൂ, ബി വിത്ത് വിന്നേഴ്സ്. വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷൻ വെസ്റ്റേജും വിന്നിംഗ് ടീമും. And be with the winning team. Be with the winning team system. And നോക്കൂ, സ്വാമി വിവേകാനന്ദൻ, never relax, stop unless your goal is reached. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നവരെ റിലാക്സ് ചെയ്യരുത്, നിർത്തരുത്. ഹോൾഡ് ഓൺ ടു യുവർ ഡ്രീംസ്. ടേക്ക് ദാറ്റ് മാസീവ് ആക്ഷൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ, ബേണിംഗ് ഡിസയർ, സെൻസ് ഓഫ് അർജൻസി എല്ലാം കൂടെ നിങ്ങൾക്ക് സംയോജിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഫ്രണ്ട്സ്, ഉറപ്പാണ് ഈ വർഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, വിൽ പവർ ആൻഡ് മാസീവ് ആക്ഷൻ. ഫ്രണ്ട്സ്, ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്രണ്ട്സ്, സാധാരണക്കാർ പറയാൻ നിങ്ങൾ കേട്ടിട്ടില്ല, എന്താ? അദ്ദേഹം ഡ്രീംസ് വെച്ചത് ഭയങ്കര വിൽ പവറാണ്, പുള്ളി വിജയിച്ചു, പുള്ളിക്ക് ഭയങ്കര വിൽ പവറാണ്. ഫ്രണ്ട്സ്, ദ പ്രോസസ് അതല്ല. നോക്കൂ, ഡേവിഡ് ഷവേഴ്സ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കായ മാജിക് ഓഫ് തിങ്കിങ്ങിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ. നമ്മുടെ ബ്രെയിൻ അപാരമായ ശക്തിയുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അപാരമായ പവർ ഉണ്ട്. ബ്രെയിനിലെ ന്യൂറോൺസിനെ നിങ്ങൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച സ്വപ്നങ്ങൾ, നിങ്ങൾ പിക്ചറൈസ് ചെയ്ത സ്വപ്നങ്ങൾ, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആ സ്വപ്നങ്ങളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇമാജിനേഷനെ കൊണ്ടുവരാൻ സാധിക്കും. നോക്ക്, നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ഇമാജിൻ, നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ സ്വപ്നവാഹനം, നിങ്ങളുടെ സ്വപ്ന ഭവനം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് നിങ്ങളുടെ ഇമാജിനേഷനിൽ വന്നു കഴിഞ്ഞു. അത് എവരിഡേ ആവുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ് എന്താണ്? ഡിഫൈൻ ഡ്രീമിലെ പ്രധാനപ്പെട്ട പ്രോസസ് ഡിഫൈൻ, റിഫൈൻ, റിഫ്രഷ്. ഡിഫൈൻ, റിഫൈൻ, റിഫ്രഷ്. അത് നിങ്ങളുടെ മൈൻഡിൽ നടന്നാൽ മൈൻഡ് ബിക്കം പവർഫുൾ. സബ് കോൺഷ്യസ് ഭയങ്കര പവർഫുൾ ആവും. അതാണ് ഫസ്റ്റ് മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ. അതെന്ത് ചെയ്യും? വിഷ്വലൈസേഷൻ എവരിഡേ. രാവിലെ എണീറ്റ് ഉടനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടെ നിങ്ങളുടെ ഡ്രീമിനെ വിഷ്വലൈസ് ചെയ്യണം. അത് വിഷ്വലൈസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമാജിനേഷനിലെ വിഷ്വലൈസേഷൻ പവർ കൂടും. അതാണ് നിങ്ങൾക്ക് വിൽ പവർ തരുന്നത്. ആ വിൽ പവർ വരുമ്പോഴാണ് മാസീവ് ആക്ഷൻ. നിങ്ങൾ മാസീവ് ആക്ഷനിൽ കേരളം മുഴുവൻ ഓടി നടക്കുന്ന ലീഡേഴ്സിന് ശ്രദ്ധിച്ചു എന്താ ഉള്ളത്? അവർ ഇമാജിനേഷനിൽ, വിഷ്വലൈസേഷനിൽ കണ്ടു കഴിഞ്ഞു. അവർ UCD ആവുന്നു, അവർ ക്രൗൺ ആവുന്നു, അവർ DCD ആവുന്നു, അവർ DOCD ആവുന്നു. ആ ഇമാജിനേഷനും വിഷ്വലൈസേഷനും കണ്ടു കഴിഞ്ഞാൽ വിൽ പവർ കൂടും. ആ വിൽ പവർ കൂടിയാൽ മാസീവ് ആക്ഷൻ വരും. എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ ഡ്രീം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആ പ്രോസസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇമാജിനേഷനും നിങ്ങളുടെ വിഷ്വലൈസേഷനും നിങ്ങൾ എഴുതി വെച്ച ഡ്രീമിലേക്ക് നേടാനുള്ള ഒരു വല്ലാത്ത ശക്തിയും ഒരു എനർജിയും, അതാണ് ഡ്രീംസ് ആർ എനർജി എന്ന് പറയുന്നത്. അത് അത്രമാത്രം ശക്തിയുണ്ട്. വിജയിച്ച ആൾക്കാർ, നിങ്ങൾക്ക് ഞാൻ ഒരാളെ കൂടെ പറയാം, കാണിക്കാൻ സമയമില്ല. അതിന് ദശരഥ് മാൻജി, ഒരു സാധാരണക്കാരൻ. അതിന്റെ പേര് ഒരു ഫിലിം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ദ മൗണ്ടൻ മാൻ എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ 40 കിലോമീറ്റർ ഒരു പർവ്വതനം ചുറ്റിപ്പോണം. ആ ചികിത്സ കൊടുക്കാൻ വൈഫ് മരിക്കുന്നു. അന്ന് ആ മനുഷ്യൻ ശബ്ദമെടുത്തു, ഒരു സാധാരണ ഗ്രാമത്തിലുള്ളയാൾ.
ദശരഥ് മാൻജി തീരുമാനമെടുത്തു, ഈ മലയെ ഞാൻ വെട്ടിമുറിക്കും, ഈ മലയെ ഞാൻ കീറിമുറിക്കും, എന്നിട്ട് റോഡ് ഉണ്ടാക്കും. 26 വർഷം നാട്ടുകാർ കളിയാക്കിയ മനുഷ്യനെ. അയാളുടെ ഇമാജിനേഷൻ, അയാൾ വിഷ്വലൈസേഷൻ, ഞാൻ ആ റോഡ് പണിയും, പർവ്വതത്തിനെ കീറിമുറിക്കാൻ. നാട്ടുകാർ ഇയാൾ വട്ടനാണ്. പക്ഷെ 30 വർഷം കൊണ്ട് ആ മനുഷ്യൻ ആ റോഡ് നേടിയെടുത്തു. പർവ്വതത്തിന്. അങ്ങനെയാണ് ദ മൗണ്ടൻ മാൻ എന്ന് പറയുന്നത് ദശരഥ് മാൻജി. ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, വിൽ പവർ ആൻഡ് മാസീവ് ആക്ഷൻ. 30 വർഷം. ടൂൾസ് പോലുമില്ല. ഇന്ന് ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തു, ഹൈവേ ആയി മാറി. പക്ഷെ ആ പർവ്വതത്തിനെ കീറി മുറിക്കാൻ ഈ സാധാരണ മനുഷ്യൻ 30 വർഷം. 30 വർഷം. ഞാൻ നിങ്ങളിൽ കേട്ട മഹാരഥന്മാരെല്ലാം, സച്ചിനായാലും ബച്ചനായാലും ഇലോൺ മാസ്ക്, ഇവരൊക്കെ വർഷങ്ങൾ സബരി എടുത്താണ് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തെങ്കിൽ. ഫ്രണ്ട്സ്, നമ്മളെ സംബന്ധിച്ച് വേസ്റ്റേജ് ഉണ്ട്. നിങ്ങളുടെ സ്വപ്ന വാഹനം ഏതാ? നിങ്ങളുടെ സ്വപ്ന ഭവനം എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്തൊക്കെ വീട്ടിൽ വേണം? നിങ്ങളുടെ വൈഫിന് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണ്? നിങ്ങൾക്ക് എത്ര രാജ്യങ്ങൾ കാണണം? നിങ്ങൾ അതൊന്ന് ഇമാജിനേറ്റ് ചെയ്യും, അതൊന്ന് വിഷ്വലൈസ് ചെയ്തു. നിങ്ങൾക്ക് വിൽ പവർ വരും, മാസീവ് ആക്ഷൻ വരും. ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിൽ എന്തും സാധ്യമാണ് ഇഫ് യു ഹാവ് എ ഡ്രീം, ഇഫ് യു ഹാവ് എനർജി. നിങ്ങളുടെ ഡ്രീമിനെ എനർജി ആക്കി മാറ്റണം. നാട്ടുകാർ കളിയാക്കും, പല ചലഞ്ചസ് വരും, ഒബ്സ്റ്റക്കിൾ വരും. ബട്ട് ഇഫ് യുവർ ഡ്രീം ഈസ് റിഫൈൻഡ് ബൈ യു, ഇഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ യു, ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ഇറ്റ് ഡൗൺ, പിക്ചറൈസ്, ക്രിസ്റ്റലൈസ്, വെർബലൈസ്, വിഷ്വലൈസ്, ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാമെങ്കിൽ nobody in this world can stop you. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും പവർഫുൾ ആണ്. ഞാൻ നേരത്തെ കാണിച്ച മഹാരഥന്മാർ, അവരുടെ കൈവശം അവർ തുടക്കത്തിൽ ഒന്നുമില്ലായിരുന്നു. നമ്മളെപ്പോലെ തന്നെ. നമ്മൾ വെസ്റ്റിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു? 100 രൂപ 50 രൂപ ഇൻകം ആയിരുന്നു. പക്ഷെ നമ്മൾ കേരളത്തിൽ കാണുന്നില്ലേ, 1 വർഷം കൊണ്ട് യൂസ് ചെയ്തി, 8 മാസം കൊണ്ട് ട്രാവൽ ഫണ്ട് കിട്ടും, ക്രൗൺ ആയ ഹൗസ് ഫണ്ട് കിട്ടും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാട്ട് യു വാണ്ട് ഇൻ ദിസ് ബിസിനസ്? നിങ്ങൾക്ക് ഈ ബിസിനസ് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിക്കും? ഫ്രണ്ട്സ്, കാരണം യു ആർ പവർഫുൾ ദാൻ യു when you have energy, when you have a dream, when you have a massive action, when you have big dreams and goals. അത് നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്കറിയാം, വരാൻ പോകുന്ന കേരളത്തിൽ വരാൻ പോകുന്ന വെസ്റ്റേജിന്റെ അവാർഡ് ഫംഗ്ഷൻ VAF നവംബറിൽ വരുന്നു. ജനുവരിയിൽ നമ്മുടെ FRE വരുന്നു. അതിലെല്ലാം നമുക്ക് വിജയക്കൊടിയും വെന്നിക്കൊടിയും പറിക്കാൻ സാധിക്കും. കാരണം നിങ്ങളെപ്പോലെ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്? അത് നിങ്ങളുടെ ഇമാജിനേഷനും വിഷ്വലൈസേഷനും വിൽ പവറും മാസീവ് ആക്ഷനും, നിങ്ങളുടെ എഴുതി വെച്ച സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ വീട്ടിൽ ഒട്ടിച്ചു വെച്ചിരുന്ന പിക്ചറൈസ് ചെയ്ത സ്വപ്നങ്ങൾക്ക് വേണ്ടി, തീവ്രമായ തീഷ്ണമായ ജ്വലിക്കുന്ന ഒരു ഡിസയറോടെ, ഒരു ബേണിംഗ് ഡിസയറോടെ, സെൻസ് ഓഫ് അർജൻസിയുടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ കോർ ഗോഗറ്ററിലൂടെ, വില്യം ടീം പറഞ്ഞ സിസ്റ്റത്തിലൂടെ, ഈ CP ക്ലബിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആദ്യത്തെ ഡ്രീം കാർ വെസ്റ്റീജാണ് മേടിക്കുന്നത്. അന്നൊരു 17-18 ലക്ഷം ഫുൾ ഓപ്ഷൻ ആയിരുന്നു. അതെല്ലാം ഇന്ന് പഴയതായിപ്പോയി. രണ്ടാമത്തെ കാർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, എൻ്റെ മോന് ഗിഫ്റ്റ് കൊടുത്തത്. മൂന്നാമത്താണ് ജ്യോതിസ്, നിങ്ങൾ കണ്ട സ്വപ്നം. ഇത് കൂടാതെ നിരവധി കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാം നേടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എൻ്റെ ഡ്രീമിനെ ഡിഫൈൻ ചെയ്ത്, റിഫൈൻ ചെയ്ത്, റിഫ്രഷ് ചെയ്ത്, ക്രിസ്റ്റലൈസ് ചെയ്ത്, വിഷ്വലൈസ് ചെയ്ത്, വെർബലൈസ് ചെയ്തിട്ടാണ്. ലോകത്തെ ഏത് വ്യക്തി കളിയാക്കിയാലും, ലോകത്തിലെ എത്ര പേർ കളിയാക്കിയാലും, നിങ്ങൾക്ക് തീവ്രമായ തീഷ്ണമായ ജ്വലിക്കുന്ന ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഈ വരുന്ന വെസ്റ്റേജ് അവാർഡ് ഫംഗ്ഷനിൽ നവംബറിൽ ഇനി 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡ്രീംസും അച്ചീവ് ചെയ്യാം, ഏത് ലെവൽസ് അച്ചീവ് ചെയ്യാം. ഇനി വരുന്ന ഞാൻ പറഞ്ഞു, ഇനി വരുന്ന നമ്മുടെ FRUവിൽ ഇനി നമുക്ക് സമയമുണ്ട്, 5 മാസം സമയമുണ്ട്. ഈ 2 ഫംഗ്ഷനുകൾ, ഞാനീ പറഞ്ഞ വെസ്റ്റേജ് അവാർഡ് ഫംഗ്ഷനും ഞാനീ പറഞ്ഞ FRUവും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസും ഗോൾസും സെറ്റ് ചെയ്യാമെങ്കിൽ, നിങ്ങളുടെ ഡ്രീമിനെ ഡിഫൈൻ ചെയ്യാമെങ്കിൽ, ഞാൻ പറഞ്ഞു ഡിഫൈൻ യുവർ ഡ്രീം, എഴുതി വെക്കുക, പിക്ചറൈസ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ക്രിസ്റ്റലൈസ് ചെയ്യുക, വെർബലൈസ് ചെയ്യുക. അതാണ് ഡിഫൈൻ ദ ഡ്രീമിന്റെ പ്രോസസ്. അതിലൂടെ എന്ത് വലിയ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. VAFലും FRUവിലും നിങ്ങളുടെ സ്വപ്ന ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ, കാരണം യു ആർ പവർഫുൾ വെൻ യു ഹാവ് എ ഡ്രീം and focus on the dream, have that extra energy, put massive action, set some goals, sit with your upline. കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേതാണ്, നാട്ടുകാരുടേതല്ല. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള എനർജിയോടെ, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കാരണം when you have that power of the dream, you are unstoppable. You can achieve anything in your love. So all the best. Love you guys. All the best. Thank you. Wish you health and have a great day.
Think big, dream big, achieve big things. All the best and thank you. And thank you, Kerala winning team. Thank you very much and wish you well.